ലിസി എന്നാണ് അച്ഛൻ പറഞ്ഞു. ഞാനൊരു 10-14 വയസ്സ് തുടങ്ങി കരസ്മാറ്റിക് നവീകരണവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാലായിലാണ് ഞങ്ങളുടെ നാട്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ, കുടുംബം വളരെ തറവാടൊക്കെ വലിയ സമ്പന്നമാണെങ്കിലും എൻ്റെ വല്യപ്പനായിട്ടൊക്കെ വളരെ സാമ്പത്തികമായി താഴ്ന്ന നിലയിലേക്ക് പോവുകയും അതേ തുടർന്ന് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് എൻ്റെ ഇരട്ടകളായ 2 അനിയത്തിമാരുണ്ടായി. അതിലൊരാൾ നടക്കാൻ വയ്യാതെ തളർന്നു പോവുകയും ചെയ്തു. ആ കൊച്ചിനെ കൊണ്ട് നമ്മൾ ഒത്തിരിയേറെ ചികിത്സിച്ചു. അതിനുവേണ്ടി പണം മുടക്കി പറമ്പിലെ തടി വരെ വിറ്റ് ചികിത്സിക്കുന്ന ഒരു സമയത്താണ് കരസ്മാറ്റിക് നവീകരണം എന്ന വലിയ ദൈവിക ഇടപെടൽ ഈ കേരള സഭാ സമൂഹത്തിലേക്ക് ശക്തമാകുന്നത്. ആ സമയത്ത് ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ ഈ കൊച്ചുമായിട്ട് ഞങ്ങൾ ധ്യാനിക്കാൻ പോവുകയും വളരെ അത്ഭുതകരമായി ആദ്യമായി അവിടെ നിന്ന് എഴുന്നേൽക്കുകയും, അന്ന് അഗസ്റ്റിൻ പള്ളിക്കുന്നേലച്ചനാണ് ധ്യാനം നയിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ കരസ്മാറ്റിക് നവീകരണം തുടങ്ങുന്ന ഡുക്കെയിൻ സർവകലാശാലയിലാണ്. അവിടെ ഉണ്ടായിരുന്ന അവരിൽ നിന്ന് തന്നെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ മേടിച്ച് അവിടുത്തെ ജോലി മാറ്റി വെച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കേരള സഭയിൽ ശക്തമാക്കുന്നതിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ച ഒരു വൈദികനായിരുന്നു. അന്നത്തെ കാലത്ത് ഡോക്ടറേറ്റും അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ സാഹിത്യത്തിൽ PhD ഉണ്ടായിരുന്ന അഗസ്റ്റിൻ പള്ളിക്കുന്നേലച്ചൻ. അച്ഛൻ്റെ വലിയ കാഴ്ചപ്പാടായിരുന്നു കേരള സമൂഹത്തിൻ്റെ കരസ്മാറ്റിക് നവീകരണം. അതിനു മുമ്പ് നമുക്കറിയാം, കപ്യൂച്ചിൻ സഭാ വിഭാഗത്തിലെ നമ്മുടെ വൈദികർ ഇടവക ധ്യാനം നടത്തുന്നതായിരുന്നു നമ്മുടെ എല്ലാം ധ്യാനം. ഇന്നും അത് വളരെ ശക്തമായ ഇടവകളിലൂടെ പോകുന്നുമുണ്ട്. അപ്പോൾ ഈ കരസ്മാറ്റിക് നവീകരണത്തിലേക്ക് എന്നെ നയിച്ചത്, ഞാൻ വളരെ കുഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് കരസ്മാറ്റിക് അറിയാമായിട്ടില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും പരിശുദ്ധാത്മാവ് എങ്ങനെ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതും കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും ജീവിതം കൊണ്ട് അനുഭവിക്കാനും പറ്റിയ ഒരു 10-35 വർഷത്തെ ലോകമെമ്പാടും പോയി ശുശ്രൂഷ ചെയ്തതിൻ്റെ അനേക അനുഭവങ്ങൾ എല്ലാ മേഖലയിലുള്ളവരും, ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും, യൂത്തിനും ക്രിസ്ത്യനും നേഴ്സസ് മിനിസ്ട്രിക്കും, ഇങ്ങനെ ഏതെല്ലാം മേഖലകളിൽ എന്നെക്കൊണ്ട് ശുശ്രൂഷ ചെയ്യാമോ അവിടെ എല്ലാം പോയ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതോടൊപ്പം എൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടുത്തെ പാട്ടുകാരെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ കീബോർഡ് വായിച്ച് പാടുന്നയാളായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് വചനം കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് മനസ്സിലാക്കി. അതിനുശേഷം ദൈവശാസ്ത്രം പഠിച്ചു. അതിൻ്റെ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞു. പിന്നീട് അതിനകത്ത് PG കഴിഞ്ഞ് ഡോക്ടറേറ്റ് ചെയ്യുകയാണ്, PhD ചെയ്തു, അത് പൂർത്തിയാക്കി. ഇതെല്ലാം പോയ വഴികൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുമ്പോൾ, ദൈവം ഒരാളെ വിളിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് കൃത്യമായൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ടാണ്. അപ്പം സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ കരസ്മാറ്റിക് നവീകരണം ഈ മണ്ണിലേക്ക് ദൈവം നൽകിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിനും അതിൽ ആശ്രയിക്കുന്നതിനും, അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും വേണ്ടിയാണ് നമ്മുടെ ജീവിതം കൊണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആമുഖമൊക്കെ നിർത്തി ഇനി ഇന്നത്തെ ഞാൻ എൻ്റെ വചന ശുശ്രൂഷയിലേക്ക്, ചെറിയ സമയമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് കിടക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരു കരം ഉയർത്തി ഹല്ലേലൂയ നല്ല ഉറക്കെ പറഞ്ഞേ, ഒരു പ്രാവശ്യം കൂടെ, ഒന്നുകൂടെ, പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണത്? ദൈവത്തിന് സ്തുതി എന്നാണ്. ഹല്ലേൽ യാഹ്വേ എന്ന് പറഞ്ഞ 2 പദങ്ങളാണ്, ഗ്രീക്ക് പദങ്ങളാണ് ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി എന്ന് ഓർത്താലും ഓർക്കണം, ദൈവത്തിനെ സ്തുതിക്കുന്നതാണ്. എല്ലാ മാലാഖമാരും എല്ലാ ഭാഷയിലും ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരസ്മാറ്റിക്കിൻ്റെ തന്നെ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ, കരസ്മാറ്റിക്കാർക്ക് അനുഗ്രഹമായി കിട്ടിയ വാക്ക്. അത് ആവശ്യമില്ലാത്തടത്ത് ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. അവനെ കഴിഞ്ഞ ദിവസം പാമ്പ് കടിച്ചു, ഹല്ലേലൂയ എന്നൊന്നും പോയി പറയല്ലേ. വേണ്ടിടത്തെ അത് ഉപയോഗിക്കാവുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലയിടത്ത് നമ്മൾ പറഞ്ഞ് അത് വേണ്ടാത്തടത്തെല്ലാം ഉപയോഗിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വചനത്തിനേക്കാൾ ഉപരി ഞാനൊരു 3-4 കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് വചനത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ നിലനിൽപ്പ്, ഇതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കത്തോലിക്ക വിശ്വാസത്തിൽ 4 പ്രധാന പോയിന്റുകളിൽ നമുക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റും. 4 നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തുന്ന 4 തൂണുകളെയാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന തൂണൊക്കെ തന്നെയാണ്, നമ്മൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ സുവിശേഷത്തെ സ്ഥിരീകരിക്കുന്നതിന് വീണ്ടും വീണ്ടും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഒരു സംഭവം ഓർത്താൽ മതി. 4 തൂണുകൾ. 1, എന്തായിരിക്കും നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും വലിയ തൂണ്? ദൈവവചനമാകുന്ന തൂണ്. 2ാമത്തെ തൂണ്
കൂദാശകളും വിശുദ്ധരുടെ ജീവിതവും. മൂന്നാമത്തെ തൂണ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവും ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവിതവും. മൂന്നാമത്തെ തൂണ് പരിശുദ്ധാത്മാവ്. നാലാമത്തെ തൂണ് തിരുസഭയും അതിൻ്റെ പ്രബോധനങ്ങളും. ഫസ്റ്റ് വൺ ദൈവവചനം അഥവാ ബൈബിൾ. ഇത് തിരുസഭ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ക്രോഡീകരിക്കുന്നത് കേട്ടോ. അതിന് മുമ്പൊന്നും ബൈബിളില്ല, അങ്ങനെയൊന്നും ഓർത്തേക്കരുത്. ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാണ്. തിരുസഭ ഉണ്ടായി ആദ്യ നൂറ്റാണ്ടുകളിൽ അതിൽ പല പല പുസ്തകങ്ങളെ ക്രോഡീകരിച്ചിട്ട് ഇപ്പം ഈ നമ്മുടെ കത്തോലിക്ക സഭയുടെ ബൈബിളിൽ എത്ര പുസ്തകമുണ്ട്? കത്തോലിക്ക സഭയുടെ ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ട്. എത്ര പുസ്തകമുണ്ട് പറ? 46 27 പഴയ നിയമവും പുതിയ നിയമവും ചേർന്ന് 73 പുസ്തകങ്ങൾ അടങ്ങുന്ന വിശുദ്ധ ഗ്രന്ഥത്തിനെ, ബൈബിളിനെ നമുക്ക് ജീവിതത്തിൻ്റെ കേന്ദ്രമായി സഭ നൽകിയിരിക്കുന്നു. സഭയിലൂടെയാണ് ബൈബിൾ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് ദൈവവചനത്തെ. എന്തിനു വേണ്ടിയാണ്? എന്തൊക്കെ തെറ്റുകൾ ഓരോ കാലഘട്ടത്തിലും ദൈവം തിരഞ്ഞെടുത്ത ജനത്തിന് പറ്റിയെന്ന് മനസ്സിലാക്കാനും ആ തെറ്റ് പറ്റിയെടുക്കുന്ന ദൈവജനത്തിനെ ദൈവം എങ്ങനെ ഉയർത്തിയെടുത്തു എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം, അതായത് തിരുവചനത്തെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കണം. അതൊന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കേട്ടു പോകരുത്, പറ്റുന്നൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. 1 ഒരുക്കം അഥവാ പഴയ നിയമം, 2 അതിൻ്റെ പൂർത്തീകരണം അഥവാ പുതിയ നിയമം, 3 അതിൻ്റെ പ്രഘോഷണം അഥവാ തിരുസഭ. ഒരുക്കം പഴയ നിയമം. ആർക്ക് വേണ്ടി ഒരുങ്ങിയത്? ക്രിസ്തുവിന് വേണ്ടി. ആർക്ക് വേണ്ടി ഒരുങ്ങി? പഴയ നിയമം മുഴുവൻ ആർക്ക് വേണ്ടി ഒരുങ്ങി? യെസ്. ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, പഞ്ചഗ്രന്ഥം. അതിനുശേഷം രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും പുസ്തകങ്ങൾ, സങ്കീർത്തനത്തിൻ്റെ പുസ്തകങ്ങൾ, വിജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ. പ്രവാചകന്മാരെ തന്നെ 2ആയി തിരിക്കുന്നു: വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. ഏലിയായും ഏലീശുവായും ജോയൽ പ്രവാചകനും ജെറമിയ പ്രവാചകനും എല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം. അതിനുശേഷം മിക്ക പ്രവാചനത്തോടുകൂടി പിന്നീട് സൈലൻ്റായ ഇസ്രായേലിൻ്റെ കുറച്ച് കാലഘട്ടം. അതിനുശേഷം പുതിയ നിയമത്തിലേക്ക് ഒരു ശക്തമായ സന്ദേശവുമായി ദാവീദിൻ്റെ പട്ടണത്തിൽ, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി ദാവീദിൻ്റെ പട്ടണത്തിൽ അബ്രഹാമിൻ്റെ പുത്രനായി, യാക്കോബിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ പുത്രനായി ഈശോ ജനിക്കുന്ന ചരിത്രവുമായി ഇതാ വരുന്നു മത്തായി സുവിശേഷകനും അതോടൊപ്പം ചരിത്രകാരനായ ലൂക്കാ സുവിശേഷകനും ആദ്യം എഴുതിയ മർക്കോസ് സുവിശേഷകനും ഒക്കെ. പിന്നീട് ദൈവം വചനം തന്നെ ആയിരുന്നെന്ന് എഴുതിയ 4ാമത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റെ, അത് പുതിയ നിയമം. അതിനുശേഷം ഈ അപ്പസ്തോലന്മാർ കണ്ടതും അനുഭവിച്ചതും ജീവിച്ചതുമായ അപ്പസ്തോല പ്രവർത്തനങ്ങളും പൗലോസ്ലീഹായുടെ ലേഖനങ്ങളും സാർവത്രിക ലേഖനങ്ങളും വെളിപാട് പുസ്തകവും അടങ്ങുന്ന എന്ത്? പുതിയ നിയമം. ഇന്ന് എന്നിലൂടെയും നിങ്ങളിലൂടെയും പ്രഘോഷിക്കപ്പെടുന്ന സഭയുടെ ഡ്യൂട്ടി അഥവാ ദൗത്യം. ദൈവവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെ പൗലോസ്ലീഹ പറയുന്നത് ഇരുതല വാളുള്ള മൂർച്ച പോലെയാണ്. അത് സന്ധിബന്ധങ്ങളെയൊക്കെ തുളച്ചു കയറി. ഇവിടെ വചനം കേൾക്കാൻ ഇത്രയും മനുഷ്യർ ഈ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് വന്നിരിക്കുന്നതല്ലോ ഈ വെള്ളിയാഴ്ച. എന്തുകൊണ്ടാണ് ഈ ഗാഗുൽത്തായിൽ വന്ന് ഈ 100 കണക്കിന് ആൾക്കാർ ഈ വചനം കേൾക്കാൻ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ദൈവം നൽകിയ കൃപ കൊണ്ടാണ്, നിങ്ങൾക്ക് ദൈവം നൽകിയ ബോധ്യങ്ങൾ കൊണ്ടാണ്, ദൈവവചനം നിങ്ങളെ ആകർഷിച്ചത് കൊണ്ടാണ്. ആണോ? ദൈവവചനം എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളോ ദൈവവചനം ഇന്ന് വരെ എന്നെ നയിക്കുന്ന വഴികളുമാണ്. പല പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളിലൂടെയെല്ലാം നമ്മൾ പോകുമ്പോഴും തളർച്ചയുടെ പോകുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ആ ഒരു വിഷയത്തിൽ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമാണ് 91-ാം സങ്കീർത്തനത്തിനെ ലോകം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഏറ്റുപാടിയ സങ്കീർത്തനത്തിനെ ഗാനരൂപത്തിലേക്ക് ചിട്ടപ്പെടുത്തി ഈ വചനത്തിൻ്റെ ശക്തി അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങളെല്ലാം അത് പാടിയിട്ട് കാണും, ഇവിടെയും പാടിയിട്ട് കാണും, ഇല്ലേ? പാടിയിട്ടുണ്ടാവും. അത്യുന്നതന്റെ മറവിൽ പാടിയിട്ടുണ്ടാവും. യെസ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പാട്ടാണ്. അതെൻ്റെ മകൻ പാടുകയും ഞങ്ങൾ ബേബി ജോണും ഞാനൊക്കെ കൂടെ ചെയ്ത പാട്ടാണ്. ഇത് കാരണം ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ്. കൊറോണയുടെ സമയത്തൊക്കെ 100 കണക്കിന് മനുഷ്യർ എന്നോട് സാക്ഷ്യം പറഞ്ഞു. ഈ പാട്ടാണ് വണ്ടിയിൽ 24 മണിക്കൂറും കേട്ടോണ്ടിരുന്നത്, അല്ല വീട്ടിൽ വെച്ച് കേൾക്കുന്നത്. ഒരു സമാധാനം നൽകുകയാണ്. ദൈവവചനം സമാധാനത്തിൻ്റെയാണ്, ദൈവവചനം സ്നേഹത്തിൻ്റെയാണ്, ദൈവവചനം സാന്ത്വനത്തിൻ്റെയാണ്. ഇതല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സംതിങ് റോങ് ആണെന്ന് നിങ്ങൾ ഓർത്തോണം. കാരണം ദൈവവചനം നമ്മളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനാണ്, ആ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാനാണ്. അതുകൊണ്ട് ബൈബിളിലെ ഒരു അധ്യായത്തിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് അടക്കാം. 1 രാജാക്കന്മാർ 17 ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനത്തിനായിട്ട് നമ്മൾ എടുക്കുന്നത്. 1 രാജാക്കന്മാർ 17 ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. പ്രവാചകന്മാരെ പറ്റി ഞാൻ പേര് പറഞ്ഞപ്പോൾ ആദ്യം ചിലപ്പോൾ പറഞ്ഞു കാണും. ആരുടെ പേരാ പറഞ്ഞത്? ഏലിയായും മോശയും അവരോടൊപ്പം നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. പ്രവാചകന്മാരുടെയും നിയമത്തിൻ്റെയും പൂർത്തീകരണം ക്രിസ്തുവിൽ രൂപാന്തരീകരണ സമയത്ത് ശിഷ്യന്മാർക്ക് കാണാൻ പരുവത്തിന് ദൈവം ഏലിയ പ്രവാചകനെയും മോശ എന്ന വലിയ വിമോചകനെയും
ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് വലിയ അർത്ഥമുണ്ട്. ഈ ഏലിയ ആരാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ അന്നത്തെ ചരിത്രങ്ങൾ ഇച്ചിരി പറയാം. ജെസബേൽ എന്ന് പറഞ്ഞ രാജ്ഞിയും ആഹാബ് എന്ന് പറഞ്ഞ രാജാവുമാണെന്ന് ഇസ്രായേൽ ഭരിക്കുന്നത്. ഇതൊക്കെ ചരിത്രമാണ്. ആർക്കെങ്കിലുമൊക്കെ വല്ലതൊക്കെ തോന്നും, പലർക്കും പലതും തോന്നി, പലരും പറയും ഇതൊക്കെ കെട്ടുകഥയാന്ന്. ഇസ്രായേൽ എന്നൊരു രാജ്യം അവിടെ ഉണ്ടോ ഇല്ലയോ? ഇന്ന് അവിടെ ഒരു പ്രസിഡന്റ് അവിടെ ഭരിക്കുന്നുണ്ടോ ഇല്ലയോ? അതുപോലെ ഭരിച്ച രാജാവിൻ്റെ പേരാണ് ആര്? ആഹാബും ജെസബേൽ. ജെസബേൽ എന്ന് പറഞ്ഞ രാജ്ഞി വിഗ്രഹങ്ങളുടെ ആരാധകയും ബാലിന്റെ സേവകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ആഹാബിനെയും കൂടെ കൊണ്ട് ജെസബേൽ നല്ല മിടുക്കിയായതുകൊണ്ട് കൊണ്ട് എങ്ങോട്ട് കൊണ്ടിട്ടു? ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബാലിനെ സേവിക്കുന്നവരുടെ ഇടയിലേക്ക് കൊണ്ടയാക്കി. അപ്പൊ പിന്നെ ലെവലൊന്നുമില്ല. പിന്നെ രാജാവ് എന്നാ ചെയ്യുന്നതെന്ന് രാജാവിനും അറിയത്തില്ല. തിന്മകൾ കൊണ്ട് ഇസ്രായേൽ നിറഞ്ഞു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തെ നയിക്കുന്നതോ ലീഡ് ചെയ്യുന്നതോ ഭരിക്കുന്നതായവർ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ വരുമ്പോൾ, ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൊടുക്കാതെ വരുമ്പോൾ ഈ ഒരു ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. കാരണം ജനം മുഴുവൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ തിന്മ പെരുകിയപ്പോൾ ഏലിയ പ്രവാചകൻ അവിടെ ശബ്ദമായി ഉയർന്നെഴുന്നേറ്റു. ഏതെങ്കിലും പ്രവാചകന്മാരെ ദൈവം ഉയർത്തും. ദൈവത്തിന്റെ ജനത്തെ നിയന്ത്രിക്കാനോ നയിക്കാനോ വേണ്ടി ആരുടെയും ശബ്ദം വേണോ അവരാരെയും ദൈവം ഉപയോഗിക്കും. അങ്ങനെ വന്ന പ്രവാചകന്റെ പേരാണ് ഏലിയ. ഏലിയാണ് ഈ പ്രവചന പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ് ഈ അധ്യായത്തിന്റെ, ഇനി ഞാൻ പറയാതെ ഇസ്രായേലിൽ മഴ പെയ്യില്ല. അതായത് ബാലാണ് മഴ പെയ്യിക്കുന്നതെന്നാണ് ജെസബേൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഇത്രയും ഡീപ്പായിട്ടൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ബാലിന്റെ ശക്തി കൊണ്ടാണ് അവിടെ മഴ പെയ്യുന്നതെന്നാണ് ആര് പറഞ്ഞുകൊണ്ടിരുന്നത്? ബാലിന്റെ സേവകരും എല്ലാവരും. അപ്പം പ്രവാചകൻ പറഞ്ഞു, ഇനിമേൽ ഞാൻ പറയാതെ ഇവിടെ മഴ പെയ്യില്ല. മഴയെ തടഞ്ഞു നിർത്തി. ആകാശത്തിന്റെ വാതിലുകളെ മഴയിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു. എത്ര നാൾ പോയെന്നാണ് നിങ്ങൾ വായിച്ചിട്ടുള്ള ബൈബിളില്? 3.5 വർഷം. 1-2 ദിവസമൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ എന്നെ സംഭവിക്കും? ഒരു നാടിന് ഇപ്പോൾ ഇവിടെ 3.5 വർഷം മഴ പെയ്തില്ല, കൃഷി നശിക്കുവല്ലേ? പോവോ? വെള്ളമില്ലാതെ വിഷമിക്കുവോ? അപ്പം അത് ആരും അനുഭവിക്കണം? പ്രവാചകനും അനുഭവിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ കെറീത്തിലേക്ക് പൊക്കോ, അവിടെ നിനക്ക് കാക്ക ഭക്ഷണം നൽകും, വെള്ളം അരുവിയിൽ നിന്ന് നീ കുടിച്ചുകൊള്ളു. അതായത് കാക്ക ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുമെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. വല്ല പ്രാവുവാണെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ തരുന്നതിന് ഓർക്കാം. കാക്ക ഭക്ഷണം തരും, അരുവിയിലെ വെള്ളം കൊണ്ട് നീ ജീവിച്ചോളാൻ പറഞ്ഞു. പക്ഷെ അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഓർത്തി അരുവി അങ്ങ് വറ്റിപ്പോകുന്നുണ്ട്. കാക്ക ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെയും എൻ്റെ അനുഭവമാണ്. ഇതിന് നമുക്കൊരു LKG അനുഭവം എന്ന് വെക്കാം. ആത്മീയതയുടെ കെറീത്തില് എന്ത് സംഭവിച്ചെന്നാണ് നമ്മൾ പറഞ്ഞത്? കാക്ക ഭക്ഷണം കൊടുക്കുകയും ഓർത്ത വെള്ളം വറ്റിപ്പോവുകയും ചെയ്തു. ഇതിന് നമുക്കൊരു LKG അനുഭവം കിട്ടും. അതാണ് ഓർക്കാൻ എളുപ്പമുണ്ട്. ഈ അനുഭവത്തിന്റെ പേരെന്താണ്? LKG. കാരണം PhD വരെ പോകണം. അതുകൊണ്ടാണ് LKG അനുഭവത്തിൽ നമ്മൾ ചെല്ലുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ജീവിതത്തിൽ 100 അനുഭവമുണ്ട്. ഓർക്കുന്ന പല അരുവികളും വറ്റിപ്പോവുകയും ഓർക്കാത്ത കാക്കകൾ ഭക്ഷണം നൽകുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടോ? എന്നെ ഈ മനുഷ്യൻ സഹായിക്കും, ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഓർത്തവരില്ലാതെ ഇരിക്കുകയും ഓർക്കാത്ത പലരും നിങ്ങളെ സഹായിക്കുകയും ചെയ്ത അനുഭവം ഉള്ളവരുണ്ട് എന്ന് കൈപൊക്കിക്കേ. ഒരു കെറീത്ത് അനുഭവം ഉള്ളവർ കൈപൊക്കിക്കേ. ഉണ്ട്. താത്തിക്കും. ഓർത്തവർ പലരും വരാത്തപ്പോൾ ഓർക്കാത്തവർ നമ്മുടെ ജീവിതത്തിൽ വന്ന് സഹായിക്കുന്നതിൻ്റെ അനുഭവത്തിൻ്റെ പേരാണ് കെറീത്ത് അനുഭവം. ഇനി രണ്ടാമത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു സറാഫാത്ത് അനുഭവമാണ്. അവിടെ പ്രവാചകനോട് പറഞ്ഞു, നീ പോയി ഒരു വിധവയെ കാണും, ആ വിധവ നിനക്ക് അപ്പം നൽകും. വിധവയൊക്കെ വിധവയെ കണ്ടുപിടിച്ചപ്പോൾ വിധവ പറഞ്ഞൊരു ഡയലോഗ് അതിനകത്ത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഞാനും എനിക്കൊരു മകനും ഉണ്ട്, അതിനകത്ത് ഒരു ഇന്നത്തേനുള്ള ഒരു അപ്പത്തിൻ്റെ മാവേ ഉള്ളൂ, ഉള്ളി എണ്ണയും ഉള്ളൂ. ഇതിന്നും കൊണ്ട് തീർന്നു കഴിയുമ്പം ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മരിക്കാൻ തീരുമാനിക്കുകയാണ്, അല്ലെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയെ വന്നു, ഞങ്ങൾ ഇനി ജീവിതം തന്നെ കളയാൻ തീരുമാനിക്കുക. ഇതുവരെ ആത്മഹത്യ ചെയ്യാന്നല്ലേ? എവിടെയോട്ടാണ് പ്രവാചകൻ ചെല്ലുന്നത്? ഇന്നത്തെ ജീവിതത്തിന്റെ കഴിഞ്ഞാൽ നാളത്തെ ജീവിതത്തിന് മാർഗമില്ലാത്ത ഒരു വിധവയുടെ അടുത്ത് ചെന്നിട്ട് പ്രവാചകൻ ചെന്ന് കഴിയുമ്പോൾ ഈ വിധവ പറയുന്നത്, എനിക്ക് നാളത്തേന് ഒന്നുമില്ല, ജീവിതം ഒന്നുമില്ല, ശൂന്യതയിലാണ്, മരിക്കാൻ പോവുകയാണ്. അവിടെ ആ പ്രവാചകൻ ചെന്ന് കഴിയുമ്പോൾ എന്തു മാറ്റം വന്നെന്നുള്ളതാണ് സെറാഫാത്ത് അനുഭവത്തിൽ നിങ്ങളും ഞാനും പഠിക്കേണ്ട പാഠം. ചില മനുഷ്യർ ചില വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള കലത്തിലെ മാവും കൂടെ ഇല്ലെന്നും ആകും, ഉള്ള സമാധാനം കൂടെ പോവുകയും ചെയ്യും, ജീവിക്കണമെന്ന് ഓർക്കുന്നവരും കൂടെ മരിക്കുകയും ചെയ്യും.
ചില മനുഷ്യരുടെ അടുത്തോട്ട് ചെന്നാലത്തെ അവസ്ഥയാണ്. എന്നാൽ ചില മനുഷ്യരുടെ അടുത്തോട്ട് പോവാം, അവർ ചില വീട്ടിൽ കയറി പോവാം, എന്നെ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാവോ? മരിക്കണമെന്നോർത്തവൻ ജീവിക്കാൻ തീരുമാനിക്കും. പട്ടിണിയാകുന്നിടത്തിന് സമൃദ്ധി ദൈവം നൽകും. കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ചിരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ വചനം കേൾക്കുന്നവരുടെയൊക്കെ മുഖം കണ്ടാൽ തന്നെ അടുത്തിരിക്കുന്നവരുടെ ഹൃദയം തകർന്നു പോകരുത്. ഒരു സന്തോഷമൊക്കെ വചനപ്രഘോഷകൻ കേൾക്കുന്നവർക്കെങ്കിലും ഇല്ലേ ലോകത്തിൽ ആർക്കുണ്ടാവും? ചിലരുടെ മുഖത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലുണ്ടോ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഉണ്ടോ, ഇത് നല്ല പുഞ്ചിരിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. ചില മനുഷ്യരെ ഞാൻ പറഞ്ഞതാ. ക്രിസ്ത്യാനിയുടെ മുഖത്ത് കാണുന്നത് സ്നേഹത്തിൻ്റെ സന്തോഷവും. അപ്പം ഇവിടെ തീരുമാനിക്കേണ്ടത് എന്താണ്? ഒരു സെറാഫാത്ത് അനുഭവത്തിൽ കൂടെ നമ്മളും പോകും. നമ്മൾ ചെല്ലുന്ന വീടോ നമ്മൾ കൂടെ കാണുന്നവരോ അവരാത്മഹത്യ നിൽക്കുന്നവരാണെങ്കിൽ അവരെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ അവിടെ അത് എഴുതി വെച്ചേക്കുക ദൈവവചനം. പ്രവാചകൻ അവിടുന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൽ മഴ പെയ്യും വരെയും ഈ ഭരണിയിലിരുന്ന എണ്ണയോ മാവോ തീർന്നില്ല. അതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് എനിക്ക് എത്ര ഇഷ്ടമുള്ള ഒരു പാട്ടാണെന്നറിയാം. സമയമില്ലാത്തതുകൊണ്ടല്ലോ ഞാൻ പഠിച്ചത്. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. കേട്ടിട്ടുണ്ടോ പാട്ടൊക്കെ? ഈ ദൈവം എൻ്റെ ദൈവം. ഏത് ദൈവം? ഈ മാവ് കുറയാതെ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തുന്ന ദൈവം. ഇപ്പൊ പലരുടെയും കണ്ണ് നിറയാൻ തുടങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ എണ്ണ പറ്റാതെ എൻ്റെ ദൈവം എന്നെ കാക്കുന്നത്, അത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണെങ്കിൽ ഈ എണ്ണ പറ്റിയവരും മാവ് തീർന്നവരും ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരെ കണ്ടെത്തി അവരെ സഹായിക്കാൻ ഒന്നും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കേണ്ടവൻ അത് കൊടുക്കാൻ, ഒരു നേരത്തെ വസ്ത്രം കൊടുക്കേണ്ടവൻ അവന് കൊടുക്കാൻ. എടാ, ജീവിക്കാൻ നിനക്കൊരു മാർഗമുണ്ടടാ, ദൈവം നിന്നെ സഹായിക്കൂടാന്നൊന്ന് പറയാൻ ആ സെറാഫാത്ത് അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾ കടമയുണ്ട്. സെറാഫാത്ത് അനുഭവത്തിൻ്റെ സംവിധാനം എന്താണ്? ഞാൻ ചെല്ലുന്ന വീട്ടിലെ മാവ് തീരരുത്, ഞാൻ ചെല്ലുന്ന വീട്ടിലെ എണ്ണ, അത് പരിശുദ്ധാത്മാവും കൂടെ ആവട്ടോ. ദൈവവചന വ്യാഖ്യാനത്തിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവരായി മാറണം നമ്മൾ. അതോടൊപ്പം എന്ത് ചെയ്യണം? ജീവിക്കാൻ അവരെ ശക്തിപ്പെടുത്തണം. മരിക്കാൻ നിന്ന വിധവയും അതുപോലെ വിധവയുടെ മകൻ മരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ ബൈബിൾ വായിച്ചാൽ മതി. 1 രാജാക്കന്മാർ 17 അടുത്ത് വീട്ടിൽ പോയിരുന്നു വായിച്ചു. പ്രവാചകൻ മരിച്ച മകനെ ഉയർപ്പിക്കുന്നവരെയുണ്ട്. എന്തെല്ലാം സംഭവങ്ങൾ അവർ പ്രവാചകന്റെ ജീവിതത്തിലൂടെ ഒറ്റ അധ്യായത്തിലൂടെ പോകുന്ന കേട്ടോ. ഓർത്ത് നോക്കി നിങ്ങൾ, ഒറ്റ അധ്യായം ബൈബിളിന്റെ. ഇതിനെ നമുക്കൊരു 10ാം ക്ലാസ് കിട്ടോ പേര്. LKG എവിടെ ചെന്നിപ്പോൾ നമ്മൾ പെട്ടെന്ന് ദൈവവചനത്തിൻ്റെ ഗുണം അങ്ങനെയാണ്. ഒന്നും പഠിച്ചില്ലെങ്കിൽ പെട്ടെന്ന് 10ാം ക്ലാസ് കയറ്റി. എങ്ങനെയായി ഇപ്പം? ഒന്നും പഠിക്കാതെ 10ാം ക്ലാസ് കയറുന്നതുകൊണ്ട് ആരും ഇരുന്നേ കരുത് നന്നായിട്ട് പഠിച്ചു. ആരും അധ്വാനിക്കാതെ ഒരു പണിയും നടക്കുകയില്ല. ദൈവം കൂടെ നിൽക്കും, സഹായിക്കും. ഓക്കെ, ഇപ്പോഴത്തെ അനുഭവത്തിൻ്റെ പേര് സെറാഫാത്ത്. അവിടുന്ന് പ്രവാചകൻ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവത്തിലേക്ക് പോവുകയാണ്. ആ അനുഭവത്തിൻ്റെ പേരാണ് കാർമൽ. എന്നതാണ് സ്ഥലം? അവിടെ ഉണ്ടാകുന്ന എന്താണ്? വെല്ലുവിളികളെ നേരിടാൻ തുടങ്ങി. ജസബേലും അതായത് രാജാവും രാജ്ഞിയും ഒരു സൈഡിലെതിരെ, രാജാവും രാജ്ഞി ആരാധിക്കുന്നവരും അവരുടെ ദൈവങ്ങളും വേറൊരു സൈഡിൽ, പ്രവാചകൻ ഇപ്പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുക. അതിനൊരു തൻ്റെ ഇടം വേണം കേട്ടോ. 10 പേര് കൂടുന്നിടത്തോട്ട് കൂടാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. സത്യം ഇതാണെന്ന് അറിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിൽക്കണ ഇച്ചിരി പണിയുണ്ട്. കാർമൽ അനുഭവം, അതിന് നിങ്ങൾ PhD എന്ന് കൊടുക്കണം. ഈ അനുഭവത്തിൻ്റെ പേരെത്രയായി? ഡിഗ്രി ഒന്നും ഇല്ല, നേരെ നമുക്ക് എവിടെയോട്ട് പോകാം? PhDയിലേക്ക് പോയേക്കാം. PhD ചെന്നു. ആ കാർമൽ അനുഭവം ഇതാണ്. പ്രവാചകൻ ബാലിൻ്റെ സേവകന്മാരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളും ബലിയർപ്പിക്കുക ബാലിന്. നിങ്ങളുടെ ബലിവസ്തുക്കളെ അഗ്നി ഇറങ്ങി ദഹിപ്പിച്ച് ബാലിൻ്റെ ശക്തി കൊണ്ട് ദഹിപ്പിച്ചാൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ഞാൻ തീരുമാനിക്കാം, വിശ്വസിക്കാം. എന്നാൽ അത് നടന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിന് ബലിയർപ്പിക്കുകയും ആ ബലിവസ്തുക്കൾ ദൈവം സ്വീകരിക്കുകയും ചെയ്താൽ എൻ്റെ ദൈവമാണ് ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കും. അത് വലിയൊരു സംഭവമാണ്. വിറകടുക്കി ബാലിൻ്റെ സേവകരെല്ലാവരും കൂടെ വിറകെടുത്ത് അടുക്കി വെച്ചു. രാവിലെ തുടങ്ങി ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചു. ബാലെ ഇറങ്ങി വരണേ, അഗ്നി ഇറക്കണേ, കത്തിക്കണേ എന്ന് പറഞ്ഞു. ബാൽ ഇറങ്ങി വന്നോ? അഗ്നി വന്നോ? ഇല്ല. അതിന് പല തമാശകൾ അതിനകത്തൂടെ എഴുതിയിട്ടുണ്ട്. ബാൽ ഉറങ്ങിപ്പോയി കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാണെങ്കിലും ബാൽ വന്നില്ല. ഇതെല്ലാം പോയി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ബലിപീഠവും അതിൻ്റെ സംഭവങ്ങളെല്ലാം അടിച്ച് ദൂരെ കളഞ്ഞിട്ട് പ്രവാചകൻ 12 കല്ലുകൾ ഇറക്കി വെച്ച് ഇസ്രായേലിൻ്റെ ദൈവം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച്
വിറക് വെച്ചിട്ട് അതിന്മേൽ വെള്ളം ഒഴിച്ച്, എവിടെ നിന്ന് വെള്ളം കിട്ടുന്നത് എന്നോട് ചോദിക്കരുത് കേട്ടോ, അങ്ങനെ എഴുതിയേക്കുന്നത്. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നീർച്ചാലുകൾ അവിടെ വന്നിട്ട് അവിടെ നിന്ന് പ്രവാചകൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ഈ ബലിവസ്തുക്കളുടെ മേൽ അഗ്നി ഇറക്കി ഇതിനെ കത്തിക്കണമേ, ഇതിനെ സ്വീകരിക്കണമേ. ഇതിനു മുമ്പൊരു സംഭവം കാണുന്നുണ്ട്. സോളമൻ ദേവാലയം പണിതപ്പോഴും ഇതുപോലെ തന്നെ ബലിവസ്തുക്കളുടെ മേൽ അഗ്നി ഇറങ്ങുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന ആ കാർമൽ അനുഭവം? ബലിവസ്തുക്കളുടെ മേൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങുകയും ബലിവസ്തുക്കളെ കത്തിക്കുകയും ചെയ്യും. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ബലഹീനനായ ഒരു വൈദികൻ ഇവിടെ അൾത്താരയിൽ വന്നുകൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, ഈ ബലിവസ്തുക്കളെയും ഈ പാവപ്പെട്ട എൻ്റെ പാപങ്ങളൊന്നും പരിഗണിക്കാതെ എന്നോട് കരുണ കാണിച്ച്, ജനത്തോട് കരുണ കാണിച്ച് ഈ ബലിവസ്തുക്കളെ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ ഇതേ അനുഭവം വിശുദ്ധ കുർബാനയിൽ ഉണ്ടാകുമോ ഇല്ലയോ? ഇത് തീ കത്തിച്ച് കാണിക്കാത്തതെന്നാണെന്നറിയോ? നിങ്ങളെല്ലാവരും ഓടുവായും കൊണ്ടാണ്. അല്ല, ഇപ്പം അഗ്നി ഇറങ്ങി കത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്നാ സംഭവിക്കുന്നത്? വലിയ മാധ്യമങ്ങളെല്ലാം കൂടെ വന്ന് മൊത്തത്തിൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് കാണാത്തത്. ഇവിടെ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഇവിടെ ഒരു അഗ്നി ഇറങ്ങി ദൈവം ബലിവസ്തുക്കളെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മിശിഹ കർത്താവിൻ എന്നല്ലേ, പണ്ടത്തെ ആണെങ്കിൽ ഹൃദയത്താരമേന്തിനാഥ ആ പാട്ടൊക്കെ പാടുമ്പോൾ, അല്ലെങ്കിൽ കാഴ്ചയേകാൻ ഞാൻ വരുന്നു കനിവോടെ സ്വീകരിക്കണമേ. ഇവിടെയാണ് ദൈവം അഗ്നിയുടെ അനുഭവം നൽകി പ്രവാചകനെ ശക്തിപ്പെടുത്തുന്നത്. ഇതിനെ നമ്മൾ PhD എന്ന് കൊടുത്തു. ഇപ്പം 3 സ്ഥലത്തൂടെ പോയി. ഒന്നുകൂടെ പറയാം, ഏതൊക്കെ സ്ഥലമായിരുന്നെന്ന്? കെരീത്ത്, സെറാഫത്ത്, കാർമൽ. ഈ 3 അനുഭവം എന്ന് പറഞ്ഞാൽ PhD ചെന്ന് നിൽക്കുക ഇപ്പം കേട്ടോ. നമ്മളും അതെ, നമ്മൾ ആദ്യം ധ്യാനം കൂടി ഇപ്പം എന്തെല്ലാം PhD ആണെന്നറിയാമോ? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലും ഏഴുമുട്ടം ധ്യാന കേന്ദ്രത്തിലും ഒക്കെ വന്ന് ധ്യാനം കൂടിയിട്ട് വണ്ടിയിലിരുന്ന് വരെ കൈയിടിയും പാട്ടുമോ നമ്മൾ ആണോ? ആദ്യം ധ്യാനം കൂടി അനുഭവം എന്ന് ഓർത്ത് നോക്കി. ഇതുമായിട്ടൊരു ബന്ധമില്ല ഇതിന്. ഇപ്പം വന്നിരുന്ന് നമ്മൾ എന്തോ യന്ത്രം പോലെ കൂടുന്ന. അന്ന് അതൊന്നുമല്ല, തീ പോലെയായി ഇറങ്ങുന്നേ. പാട്ട് പാടുന്നോളൂ ഇപ്പം, തീ ചുമ്മാ പാടുന്ന. അന്ന് അങ്ങനെയല്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചിട്ട് ബസ്സേ വരെ നിന്ന് അന്ന് വരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യരേക്ക് നോക്കി നമ്മൾ ചിരിക്കും. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ഈ മനുഷ്യൻ. എന്നാന്നറിയോ? സ്നേഹം കൊണ്ടങ്ങ് ചിരിച്ചു പോകുന്നതാണ്. ഇന്ന് തൊട്ട് മിറ്റുന്ന നോക്കി നിൽക്കുന്നവരെ പോലും നോക്കി ചിരിക്കാൻ പറ്റുന്നില്ല കസ്മാറ്റിക്ക് കഴിയുമ്പോൾ. എവിടെയോ ഒരു കുഴപ്പമുണ്ട്. 10-30 വർഷം ഇതിൻ്റെ അകത്തൂടെ യാത്ര ചെയ്തതിൻ്റെ തെളിവിൽ ഞാൻ പറയാം, എവിടെയൊക്കെ ഒരു കുഴപ്പമുണ്ട് നമുക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് പാടുകയും സ്തുതിക്കുകയും എല്ലാം മറന്ന് കൈയടിക്കുകയും ഒക്കെ ചെയ്ത ഒരാദ്യ ധ്യാന സംവിധാനങ്ങൾ മനസ്സിലുള്ളവരൊക്കെ ഒന്ന് ഓർത്തോ, തിരിച്ചെടുത്തോ. ഇവിടെ ഇപ്പം രോഗശാന്തിക്ക് 1ാം സ്ഥാനം കൊടുക്കുന്നതായി പ്രശ്നം എന്ന് എനിക്ക് തോന്നി. രോഗശാന്തിയൊക്കെ കുഞ്ഞുകാരി വന്നേ. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെന്ത് സംവിധാനമാണ് നമുക്കുള്ളത്? പിണങ്ങി നിൽക്കുന്നവരോട് പോയി ക്ഷമ പറഞ്ഞ് എത്രയോ വീടുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊല്ലാൻ തീരുമാനിച്ച ഒരാൾ ഏഴുമുട്ടം ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ഒരു കത്തിയായിട്ടാണ് വന്നത്. പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചിട്ടിങ്ങാനും പോയി കൊല്ലാനായിരുന്നു. എന്നാന്നറിയോ സംഭവം? പൈസ മുഴുവൻ ഗൾഫിൽ കിടന്നുണ്ടാക്കിയത് അനിയന് കൊടുത്തു. അവനത് പറ്റിച്ചു. ആ കലിപ്പിന് അനിയനെ കൊല്ലാൻ വേണ്ടി വന്ന് ഇന്നും അതിൻ്റെ തെളിവുകൾ കത്തിയൊക്കെ ആ ഏഴുമുട്ടം നിൽപ്പുണ്ട്. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. ആ മനുഷ്യൻ ആദ്യം പോയി കാല് പിടിച്ച് ചേട്ടനും അനിയനും ഒന്നിച്ചിട്ട് 2 പേരോടെ വന്ന് പിന്നീടും ഗൾഫിന് പോവുകയും അനിയൻ കുറച്ചുമെല്ലാം തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് സ്നേഹത്തോടെ എന്ത് കൊന്നിട്ട് എന്ത് ചെയ്തതിനെ ജയിലിൽ പോയി കിടന്നതിനെ 2ൻ്റെയും ജീവിതം പോയതിനെ. ഇപ്പോഴേ ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അടിമുടി വരുത്തുന്ന മാറ്റമാണ്. രോഗശാന്തി എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സ്പോട്ടിലുണ്ടാകുന്ന പ്രശ്നത്തെ മാറ്റുന്നത് മാത്രമാണ്. മാനസാന്തരത്തിന് 1ാം സ്ഥാനവും രോഗശാന്തിക്ക് 2ാം സ്ഥാനവും കൊടുക്കണം കരസ്മാറ്റിക്ക്. മാനസാന്തരം വരുമ്പോഴും സ്നേഹം വരുമ്പോഴും രോഗശാന്തിക്ക് തന്നെ വന്നോളും. രോഗം നമ്മൾ തന്നെ അനുഭവിച്ചാൽ മതി. പാപം പെരുകുമ്പോൾ ലോകം മുഴുവൻ ആ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ഇപ്പം നിൽക്കുന്ന PhDയിൽ നിന്ന് മനുഷ്യനായ പ്രവാചകൻ നേരെ വീണ്ടും LKG വരുന്നൊരവസ്ഥയാണ് ഹോറബിൻ അനുഭവം. കാരണം എന്താണ്? രാജ്ഞി പറഞ്ഞു 24 മണി. അപ്പം ബാലൻ്റെ സേവകരെയെല്ലാം പ്രവാചകൻ തകർത്ത് കളഞ്ഞു. രാജ്ഞി പറഞ്ഞു എൻ്റെ സേവകരെ മുഴുവൻ കൊന്ന ആ പ്രവാചകനെ 24 മണിക്കൂറിനകം കൊന്നോളാൻ പറഞ്ഞു. ഓർഡറാ. പ്രവാചകൻ നിസ്സഹായനായി ഓടി ഒരു മുൾച്ചെടിയുടെ മുന്നിൽ തളർന്നു വീണ് കിടന്നു. എന്തിനാ ഞാനിനി ജീവിക്കുന്നത്? എത്ര വചനപ്രഘോഷകർ ഇതൊക്കെ ആലോചിച്ചിട്ട് കാണുന്നറിയോ? നന്നായിട്ട് വചന ശുശ്രൂഷ ചെയ്ത പലരും ഓർത്ത് കാണും, ദൈവമേ ഞാൻ വർഷങ്ങളിൽ വചന ശുശ്രൂഷയ്ക്ക് നടന്നു, എല്ലാം ചെയ്തു, എന്നിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് കുറ്റവും കുറവൊക്കെയാണോ നാട്ടുകാർ പറയുന്നുള്ളൂ, എന്നെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നൊക്കെ ഓർക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ചിലർ ദൈവത്തെ ആദായമാക്കി മാറ്റുന്നവരുണ്ട്. രണ്ടുമുണ്ട്.
ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ചിലപ്പോൾ വേദനയും വിഷമവും തളർച്ചയൊക്കെ വരാം. ഇതാരാ പറഞ്ഞ് വരികയെന്ന് എല്ലാം വരാം. സത്യസന്ധമായിട്ട് നിന്നിട്ട് നിസ്സഹായനാകാം. ഇതൊക്കെ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ അവിടെ തഴയാത്ത, തകരാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ടെന്നുള്ളത് സത്യം. മുൾച്ചെടിയിൽ തളർന്നു കിടന്ന പ്രവാചകനെ ദൈവത്തിൻ്റെ ദൂതൻ തട്ടിയേപ്പിച്ചിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് എഴുന്നേറ്റ്, നിന്റെ പണി ഇവിടെ കിടപ്പൊന്നുമല്ല. ഞാൻ എൻ്റെ കാര്യം ഓർക്കേ, ഞാൻ 2-3 കൊല്ലം മുമ്പ് ഈ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്നു. ഇനി റെസ്റ്റ് എടുക്കേണ്ട കുറച്ച് നാളത്തേനെ കുറച്ച് സമാധാനത്തിൽ കുറച്ച് യാത്രയൊക്കെ ചെയ്യണമെന്നൊക്കെ ഓർത്ത ഒരാളാണ് ഞാൻ. അന്നേരമാണ് മീഡിയ പ്രവർത്തനമായിട്ട് ഇറങ്ങേണ്ടി വന്നത്. മീഡിയയിലൂടെ ആവശ്യമില്ലാതെ സഭയെ അപമാനിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് ഇതിന് ഉത്തരം എന്തു പറയും? നുണപ്രചരണങ്ങൾ കൊണ്ട് മാർപ്പാപ്പ തുടങ്ങി സർവമാന്യ ആൾക്കാരെയും എങ്ങനെ അപമാനിക്കണമെന്ന് പറഞ്ഞ് മീഡിയ ഉപയോഗിക്കുന്ന വലിയ സ്ട്രാറ്റജി നമ്മൾ കണ്ടു. അതിന് പ്രത്യേക തീരുമാനങ്ങളും അതിനുള്ള അജണ്ടകളൊക്കെ ഉണ്ട്. അവിടെ എന്ത് ചെയ്യാമെന്ന് ഓർത്ത് ഞങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് പ്രാർത്ഥിച്ച് ഒന്നിച്ച് മീഡിയയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടിയതാണ്. സി ന്യൂസ് ലൈവ് എന്ന് പറയുന്ന ഒരു ലോകം മുഴുവൻ ഇന്ന് വായിക്കുന്ന ഒരു മാധ്യമമായി നമ്മുടെ ചാനൽ മാറി. ലോകം മുഴുവൻ അതിൻ്റെ വായനക്കാരുണ്ട്. സത്യസന്ധമായ വാർത്ത കൊടുക്കുക, പരസ്യമില്ലാതെ. അതിനുവേണ്ടി സഹായിക്കുന്ന 100 കണക്കിന് ആൾക്കാർ, ഷെയർ ചെയ്തുമൊക്കെ നമ്മുടെ ലോകം മുഴുവനുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ. അവിടെ നിന്നപ്പോഴാണ് മേഖലയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിലൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു കൃത്യപോക്ക്? നമ്മുടെ യുവജനങ്ങൾ ഇപ്പോൾ ഈ ഇരിക്കുന്നതിൻ്റെ അകത്ത് എത്ര പിള്ളേരുണ്ട്? യുവജനങ്ങളൊക്കെ എവിടെയാണ്? അവർ ജോലിക്ക് പോയവർക്ക് കാണും. അല്ലെങ്കിൽ തന്നെ ഒരു ഇടവകരൊരു ആവശ്യം വന്നാൽ യുവജനങ്ങളുടെ എണ്ണം കുറയുന്നില്ലേ? എന്തുകൊണ്ടാണ് അവർ കൂടുതലും വരാത്തത്? അവർക്ക് പാട്ടും സിനിമയും ഒക്കെ അവർക്ക് ആവശ്യമുണ്ട്. അവരെ നമ്മൾ തടയാനൊന്നും പോകണ്ട. അവരതൊക്കെ ആസ്വദിച്ച് പോകേണ്ട പ്രായമാണ്, അവർ പോകും. പക്ഷേ അതെന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങളിലേക്ക് എന്തു കൊടുക്കുന്നു? ഇത് ചിന്തിപ്പിച്ചതാണ് CN ഗ്ലോബൽ എന്ന പേരിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥനയോടെ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും CN ഗ്ലോബലിൻ്റെ ആദ്യ ചിത്രം സ്വർഗം എന്ന പേരിൽ കുടുംബചിത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പ്രദേശത്ത് എവിടെയാണോ അത് റിലീസിങ്, നിങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ച് പോയി അത് കാണണം. ഈ കലാരംഗത്തും നമുക്ക് ആവശ്യം. ഈശോയാണ് ഏറ്റവും വലിയ കലാകാരൻ. ഈ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. നമ്മളിപ്പം മതമൊന്നുമല്ല ഇതിനകത്ത് കാര്യം. ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ മക്കളെല്ലാം തലയും കുത്തിപ്പോയാൽ നമ്മൾ എങ്ങനെ ഈ നാട് നന്നായിട്ട് നിൽക്കും? മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി. അപ്പം വേണ്ട, അമ്മ വേണ്ട, സംസ്കാരം വേണ്ട, ഒന്നും വേണ്ട, കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇത് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതല്ല പ്രശ്നം. ഈ സമൂഹം, ഈ കേരള സംസ്കാരം അല്ലെ ഇന്ത്യൻ സംസ്കാരം നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം നമ്മളെല്ലാവരും ഉണർന്ന് ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൻ്റെ അകത്ത് ആഴമായ ബോധ്യമുള്ളവരെങ്കിലും ഈ മീഡിയയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കലാരംഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നല്ല കലാസൃഷ്ടികൾ ഉണ്ടാകാൻ വേണ്ടി കൂടെ നിൽക്കണം. അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്വർഗം പോയി എല്ലാവരും കാണും. അത്രയും നമുക്ക് നഷ്ടമൊന്നും വരാതിരുന്നാലേ നമ്മളിനി മറ്റൊരു സിനിമയെ പറ്റി ആലോചിക്കുന്നു. ഇത് വലിയൊരു ലോകമാണ്. ഞാൻ 1.5 വർഷമായി അതിൻ്റെ മാത്രം പുറകെ നടക്കുക. കഠിനാധ്വാനം, പണം. അവിടെ ദൈവം കൊണ്ടേ നമ്മളെ നല്ലൊരു സിനിമ എടുത്തുകൊണ്ട് എത്തിച്ചു. പക്ഷെ അതിൻ്റെ തിരിച്ചുവരവൊക്കെ വലിയ പണിയാണ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യണം. ഇപ്പോൾ PhD നിന്ന പ്രവാചകൻ കാർമൽ അനുഭവം കഴിഞ്ഞ് നിസ്സഹായനായപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നിന്റെ പണി ഇവിടെ കിടന്ന് ഉറങ്ങലല്ല, നീ എഴുന്നേക്ക്, നീ ഹോറബിൻ മലയിലേക്ക് പോകണം. അവിടെ പ്രവാചകൻ ദൈവത്തോട് മാത്രം സംസാരിച്ചുകൊണ്ട് ശാന്തനായി കഴിഞ്ഞു. അവിടെ ദൈവത്തിൻ്റെ ശബ്ദം പ്രവാചകൻ കേട്ടു, ഏലിയ ഏലിയ നീ എന്ത് ചെയ്യും? എന്തായിരുന്നു ഏലിയയുടെ മറുപടി? ദൈവമായ കർത്താവേ, അങ്ങയെപ്പറ്റിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ദൈവവചനത്തെപ്പറ്റിയും ഈ ദൈവത്തിൻ്റെ സഭയെപ്പറ്റിയൊക്കെ എത്ര ജ്വലനം നമുക്കുണ്ടെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നാണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ഏലീഷായെ അഭിഷേകം ചെയ്ത് പ്രവാചകൻ തിരിച്ച് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞ് ഏലീഷായെ അഭിഷേകവും ചെയ്തു കഴിഞ്ഞ് ഏലീഷ നോക്കി നിൽക്കുമ്പോൾ ഏലിയ പ്രവാചകൻ എന്ത് ചെയ്യപ്പെട്ടു? സ്വർഗത്തിലേക്ക് ഏലീഷയുടെ കൺമുമ്പിൽ വെച്ച് സംഭവിക്കപ്പെട്ടു. മരിക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ മരിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. 2, എന്നോടുകൂടി ഈ ഭൂമിയിലെ കരസ്മാറ്റിക്ക് തീരുകയല്ല, എന്നിലൂടെ അനേകരിലേക്ക് ഈ അഭിഷേകം പകർന്നു കൊടുക്കണം. അനേകം ഏലീഷമാർ എവിടെ ഉണ്ടാകണം? ഇവിടെ ഉണ്ടാകണം. വേണ്ടേ? വേണ്ടയോ? ഇതാരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെയാണ്. നമ്മൾ കാണുന്നവരിലേക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു ഏലീഷായെ വീണ്ടും ഒരു ഏലീഷായുടെ അനുഭവം കൊടുക്കാൻ വേണ്ടിയുള്ള ദൗത്യവുമായി ദൈവം നമ്മളെ വിട്ടിരിക്കുന്നു. ഇതാണ്
ഏലിയ പ്രവാചകനെ പറ്റി. ഏലിയ പ്രവാചകൻ ഇനി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുമോ? ഏലിയ പോയ വഴികൾ ഒന്നുകൂടെ ഞാൻ പറയും. 1 ഒരു കെറീത്ത് അനുഭവം, 2 ഒരു സെറാഫാത്ത് അനുഭവം, 3 ഒരു കാർമൽ അനുഭവം, 4 ഒരു ഹോറബിൻ. അടുത്തത് ഇപ്പോൾ ദൈവവചനം അവിടെ നിർത്തി കേട്ടോ. യോശുവ പ്രവാചകൻ പറഞ്ഞപ്പം ഈ ഭൂമി തന്നെ, സൂര്യൻ തന്നെ അനങ്ങാതെന്ന ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബൈബിളിലെ 1000 കൂട്ടം പിന്നെ സങ്കീർത്തനങ്ങൾ എടുത്താലോ എന്തൊരു സുന്ദരമാണ്. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്ക് ഒരു കുറവും ഉണ്ടാകില്ല. പച്ചയായ പുൽത്തകിടിയിലേക്ക് അവിടെ നിന്ന് മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് നയിക്കും. അവിടെ നിന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കാൻ ഞാൻ. ഇതൊക്കെ നമ്മളെ ബലപ്പെടുത്തുന്നു ദൈവവചനം. എത്ര പുസ്തകമുണ്ട്? ഇനി ഒരിക്കലും മറക്കല്ലേ. എത്ര പുസ്തകമുണ്ട്? 73 പുസ്തകങ്ങളുള്ള ദൈവവചനം നമ്മുടെ ഒരു തൂണാണ് വിശ്വാസത്തിൻ്റെ. സമയം കിട്ടുമ്പോഴൊക്കെ അത് വായിക്കുകയും, ഞാനൊരു 10-25 പ്രാവശ്യം മുഴുവൻ ബൈബിളും വായിച്ചിട്ടുള്ള ഒരാളാണ്. ആ വചനം നമ്മളെ ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ ധൈര്യപ്പെടുത്തുന്ന, അനുഭവിക്കുന്ന ഒരാളും കൂടെയാണ്. അതുകൊണ്ട് പച്ച വിരിച്ച് പുൽമേടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പം ജീവിതം കൊണ്ട് വിശ്വാസം കൊണ്ടേ ഉള്ളൂ. പുല്ലും മേടമൊന്നും അല്ല, മുള്ളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിലൂടെ നടക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ അഭയം. ഇനി രണ്ടാമത്തെ തൂൺ ഏതായിരുന്നു പറഞ്ഞ ദൈവവചനം കഴിഞ്ഞാൽ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് കാണാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ പ്രവർത്തനങ്ങൾ പ്രവാചകന്മാരിലൂടെ നമുക്ക് കാണാം. പിന്നീട് അപ്പസ്തോല പ്രവർത്തനത്തിൽ ശക്തമായി കാണാം. അവിടെ വേണം നമ്മൾ നോക്കുന്നുള്ളൂ. പുതിയ നിയമം മതിയില്ല, അപ്പോൾ പിന്നെ വിത്ത് എവിഡൻസ് ഉണ്ടല്ലോ, തെളിവുകളോട് കൂടി അങ്ങ് നോക്കാൻ നമ്മൾ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങളിരിക്കുന്ന പോലെ 100 കണക്കിന് ആൾക്കാർ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു സ്വരം അവർ കേട്ടു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ ഇറങ്ങി വരുന്നത് അവർ കണ്ടു. 1 സ്വരം കേട്ടു, 2 കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതുകൊണ്ട് സ്റ്റേജിൽ നിൽക്കുന്ന എനിക്ക് മാത്രം പരിശുദ്ധാത്മാവുള്ളതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് ആരും ഓടി വരരുത്. നിങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്, നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി എന്നിലൂടെ കുറച്ച് കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം എന്നെ അതിനുവേണ്ടി നിയോഗിച്ചതുകൊണ്ടാണ്. അത് എൻ്റെ മിടുക്കുകൊണ്ടല്ല. മിടുക്കുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കണം. അവരെല്ലാവരും, ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് വന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഭാഷാപരത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവരെല്ലാം ഏക മനസ്സായിരുന്നു. ഇവിടെ 10 പേരിരുന്ന 10,000 മനസ്സാണ്. അവരൊരു ഹൃദയത്തോടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ആ സഭയുടെ വളർച്ചയാണ് ഇന്ന് വരെയും 2020 വർഷമായിട്ടും നമ്മൾ പാടുന്ന പോലെ. നമ്മളെങ്ങനെ പാടുന്നേ? ആബേലച്ചൻ എഴുതിയ പാട്ട് മാത്രമേ എൻ്റെ മനസ്സിൽ വരുള്ളൂ. അത് പാടുമ്പോൾ എന്താണെന്നറിയാമോ? ഒത്തിരിയും പാട്ടുകൾ നമ്മളെ സ്പർശിക്കുന്നുണ്ട്. പക്ഷെ ആബേലച്ചൻ്റെ ഒരു ലൈനുണ്ട്, രക്തസാക്ഷികൾ ആഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനേ എന്നും പാടുന്ന പാട്ട്. നമ്മൾ വെറുതെ പാടിയെന്നേ ഉള്ളൂ. എന്താ രക്തസാക്ഷിത്വം? സഭ വരുമ്പോൾ പറഞ്ഞു തരാം. രക്തസാക്ഷികൾ ആഞ്ഞു പുൽകിയ പരിശുദ്ധാത്മാവ്, പുണ്യജീവിത പാത. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ജ്ഞാനം നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് വിവേകം. അതില്ലാത്തവർക്ക് വിവേകക്കുറവ് എന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർത്തോളം. ഇച്ചിരി എവിടെയോ കൈവിട്ട് പോയെങ്കിൽ പരിശുദ്ധാത്മാവെ വിവേകം കൊണ്ട് തന്നെ നിറയ്ക്കണമേ. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂളിൽ നിന്ന് ദൈവാത്മാവ് പോവുകയും അവന് ദുരാത്മാവ് വരികയും ചെയ്തു. പിന്നെ കാണിക്കുന്നൊന്നും ബോധമൊന്നുമില്ല. ചിലരോർത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും എന്നെ ദൈവാത്മാവ് നയിക്കുന്നത് കൊണ്ടാണ്. പിശാചായിരിക്കും ചിലപ്പോൾ നയിക്കുന്നത്. ചില ദർശനങ്ങളൊക്കെ പിശാച് കൊടുക്കും. ദർശനങ്ങളൊക്കെ 3 തരത്തിൽ വരും. കേട്ടിട്ട് പോയി കുഴി ചാടും. അന്നേരം പറയുന്നത് ഇതെങ്ങനെ ദൈവം തന്ന ദർശനം? ദർശനത്തെ വിവേകത്തോടെ അറിഞ്ഞോണം, വിവേചിച്ചറിഞ്ഞോണം. അതാ പൗലോസ്ലീഹ കൊരിന്ത്യൻകാർക്ക് എഴുതിയ ലേഖനം പഠിച്ചാൽ മനസ്സിലാവും. എല്ലാം കയറി വിശ്വസിച്ചേക്കല്ല. എന്നിട്ട് കുഴി പോയി ചാടിക്കഴിഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ഒരു ദർശനക്കാരൻ എന്തെങ്കിലും പറഞ്ഞു, ഇവന് തോന്നിയത് പറഞ്ഞു കഴിയുമ്പം മറ്റുള്ളവർ പോയി എവിടെയെങ്കിലും കുഴി ചാടിയാൽ സമാന പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നവരും അല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയെ വിശ്വസിക്കുന്നവരും എല്ലാം കുഴപ്പമൊന്നും വിശ്വസിക്കരുത്. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും എന്നും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് പറയുകയാണ്. വിവേകത്തോടെ വിവേചനത്തോടെ വേണം നമ്മൾ വിവരങ്ങളെ തിരിച്ചറിയാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടണം. ഇനി 3-ാമത്തെ തൂണെന്ന് ഞാൻ പറഞ്ഞത് കൂദാശകളും വിശുദ്ധരുടെ ജീവിതവുമാണ്. ഇവിടെ 7 കൂദാശകളുണ്ട്. പ്രാരംഭ കൂദാശയായ മാമോദിസ തുടങ്ങി സ്ഥൈര്യലേപനവും കുമ്പസാരവും കുർബാനയും വിവാഹവും രോഗിലേപനവും തിരുപ്പട്ടവും അടങ്ങുന്ന 7 കൂദാശകൾ. ഈ കൂദാശകളിൽ
ഏറ്റവും വലിയ കൂദാശയായി നിൽക്കേണ്ടതാണ് പൗരോഹിത്യം എന്ന കൂദാശ. എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടായിരിക്കും? അത് നമ്മളെ നമുക്കുള്ള എന്താണ് ചിന്തയുടെ കുറവ്. ഈ പൗരോഹിത്യം ഇവിടെ സർവ്വശ്രേഷ്ഠതയോടും കൂടിയും സർവ അനുഗ്രഹത്തോടെയും കൂടി നിന്നാലേ മറ്റു കൂദാശകൾ നടക്കുന്നുള്ളൂ. പുരോഹിതൻ മാത്രമാണ് വിശുദ്ധ കുർബാന ചെല്ലുന്നത്, അല്ലേ? അപ്പൊ വിശുദ്ധ കുർബാന ചെല്ലണമെങ്കിൽ ഇവിടെ ആര് വേണം? പൗരോഹിത്യം വേണം. ഇത് പറഞ്ഞു വരാൻ വേറൊരു കാരണമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 2, മാമോദീസ തരണമെങ്കിലും വളരെ അത്യാവശ്യമോ പ്രത്യേക അവസ്ഥകളൊക്കെ വന്നാൽ മെത്രാൻ്റെ അനുവാദമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം വീട്ടു മാമോദീസയൊക്കെ ചില മരണസമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമായിരിക്കും. സാധാരണഗതിയിൽ ഈ മാമോദീസ നൽകണേ ആര് വേണം? പുരോഹിതൻ വേണം. സ്ഥൈര്യലേപനം തരണേ ആര് വേണം? വേണോ വേണ്ടയോ? വേണം. ഇനി തിരുപ്പട്ടം എന്ന കൂദാശ, രോഗിലേപനം എന്ന കൂദാശ, വിവാഹം എന്ന കൂദാശ, ഏതൊക്കെയാലും കല്യാണം കഴിപ്പിക്കണേ ആര് വേണം? ഇതൊക്കെ നമ്മുടെ വിശ്വാസം. ഇത് താഴെ ഇനിയിപ്പോൾ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് എന്നാ വരും നടത്തില്ല, ഇതൊന്നും ഇല്ല എന്നാ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നൊരു കാണും കേട്ടോ. അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ലാത്തതുകൊണ്ട് നമ്മൾ പറയും. ഈ 7 കൂദാശകളും ഇവിടെ സർവ്വമഹത്വത്തോടു കൂടി നിൽക്കുന്നത് എവിടെയാണ്? തിരുസഭയിൽ, പൗരോഹിത്യത്തിൽ. പൗരോഹിത്യം അതുകൊണ്ടാണ് ഏതെങ്കിലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയ തെറ്റുകളെ സാർവത്രീകരിച്ചിട്ട് ലോകം മുഴുവനുള്ള തെറ്റാക്കി കാണിച്ച് പൗരോഹിത്യത്തെ അപമാനിക്കാൻ വേണ്ടി മീഡിയകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല മീഡിയയൊന്നും അല്ല കേട്ടോ, എവിടുന്നോ ഫേക്ക് മീഡിയകളൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഇവിടെ പൗരോഹിത്യം അപമാനിക്കപ്പെടണം, ഇവിടെ സന്യസ്തം അപമാനിക്കപ്പെടണം, ഇവിടെ മിഷണറിമാർ അപമാനിക്കപ്പെടണം, ഇവിടെ ദൈവശുശ്രൂഷകർ അപമാനിക്കപ്പെടണം. അതിന് എന്തൊക്കെ മാധ്യമങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ചില സംഘടിതമായ സംവിധാനങ്ങൾ, അല്ലാണ്ട് നല്ല മാധ്യമങ്ങളോ പരിപാടിയൊന്നും ഈ പണിക്കൊന്നും പോയി അവർക്ക് അതിന് നേരമില്ല, അത് ഉറക്കവും വേണ്ട. പിന്നെ ചിലർക്ക് ചില അതിൻ്റെ ഉറക്കെ ഉണ്ട്, അത് നടപ്പാക്കുകയും ചെയ്യും. ഇനി കൂദാശകൾക്കൊപ്പം ഞാൻ പറഞ്ഞെന്തായിരുന്നു? വിശുദ്ധരുടെ ജീവിതം. ഇന്നത്തെ കുഞ്ഞുങ്ങളെ എന്ത് രീതിയിലാണ് ഈ വിശുദ്ധരുടെ ജീവിതം ആകർഷിക്കുന്നതെന്ന് നോക്കാൻ മതി. നമ്മളൊക്കെ വളർന്നു വന്നപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെയൊക്കെ വല്യമ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു മോഡൽ. എൻ്റെ വല്യപ്പൻ്റെ അമ്മ, വല്യമ്മ. ഞാൻ ജനിക്കുമ്പം അമ്മ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ എന്നും പള്ളിയിൽ കൊണ്ടുപോകും, അതോടൊപ്പം തന്നെ വിശുദ്ധരുടെ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ എൻ്റെ പേര് ക്ലാര എന്നാണ്, ക്ലെയർ. ഞാൻ ആദ്യം തന്നെ ഓർക്കുന്നത് എനിക്ക് പൈസ ഉണ്ടാകുമ്പം ക്ലാര പുണ്യവതിയുടെ സ്ഥലത്ത് പോകണമെന്നുള്ളതാണ്. അതോ ഞാൻ ചെയ്യുകയും ചെയ്ത ആളാണ്. അവിടെ ചെന്നപ്പോഴാണ് ഒരു ഫ്രാൻസിസ് അസീസിനെ കണ്ടത്. അവിടെ ചെന്നപ്പോഴാണ് ഈ 2-ാം ക്രിസ്തു എന്ന് ഫ്രാൻസിസിനെ എന്തുകൊണ്ട് പറഞ്ഞെന്നോർത്ത് നമ്മളവിടെ നിന്ന് കരഞ്ഞു പോയത്. സർവ്വ ആഡംബരങ്ങളുമുള്ള ഇവിടുത്തെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജോയി ആലുക്കാസിൻ്റെ മകനാണെന്ന് കൂട്ടിയാൽ മതി, തൃശ്ശൂരുകാർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ അതുപോലെ ജീവിച്ച ആഡംബരത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന ഫ്രാൻസിസ് അപ്പൻ തന്ന വില കൂടിയ വസ്ത്രങ്ങൾ വരെ ഉപേക്ഷിച്ചിട്ട് ഈ ഫ്രാൻസിസ് ഒരു 2-ാം ക്രിസ്തു എന്ന പേരിലേക്ക് വന്നെങ്കിൽ ഈ ഫ്രാൻസിസ് അസീസിയുടെ മക്കളിൽ ലോകം മുഴുവൻ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രാൻസിസ് വിശുദ്ധനെ പറ്റി ഞാൻ എഴുതിയൊരു പാട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എൻ്റെ മനസ്സിൻ്റെ സ്നേഹമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ളത്. തിരുസഭയാം ദേവാലയം പണി ചെയ്ത് ഉയർത്തിയിടുവാൻ സ്വർഗം നിയോഗിച്ച സ്നേഹശില്പി 2-ാം ക്രിസ്തു എന്ന നാമധാരി. ആഡംബരങ്ങൾ മാറ്റിവെച്ചു, ആഘോഷങ്ങൾ മാറ്റിവെച്ചു. ഫ്രാൻസിസ് അസീസി പറയുമ്പോൾ മൃഗങ്ങൾ വരെ അവിടെ മുട്ട കുത്തി നിന്നു. ഫ്രാൻസിസ് അസീസിയെ കുറുക്കനും പക്ഷികളും അനുസരിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ, എൻ്റെ പുരുഷാണ്, എൻ്റെ ക്രൂശിതനാണ് എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ആഡംബരങ്ങൾ മാറ്റിവെച്ച് 2-ാം ക്രിസ്തുവായി മാറി ആ വിശുദ്ധൻ്റെ ആ സ്നേഹവും ഈ സ്വഭാവവും കണ്ടിട്ടാണ് ഒരു ക്ലാര പുണ്യവതി ഉണ്ടായത്. ആ ക്ലാര പുണ്യവതി ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ക്ലാരമഠം ഇന്നും വിശുദ്ധരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ക്ലാരമഠത്തിലെ അൽഫോൻസാമയും, അല്ലേ? എങ്ങനെ ഉണ്ടായി ഇതൊക്കെ? ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഈ വിശുദ്ധരുടെ കാര്യം പറഞ്ഞു കൊടുക്കാൻ എത്ര പേർക്ക് നേരമുണ്ട്? അപ്പനും അമ്മയ്ക്ക് നേരമുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞത് എൻ്റെ വല്യമ്മ എനിക്ക് പറഞ്ഞു തന്ന ക്ലാര പുണ്യവതി ഉണ്ടെന്ന്. എൻ്റെ വല്യമ്മയാണ് എനിക്ക് പറഞ്ഞത് കൊച്ചുത്രസ്യ പുണ്യവതി ഉണ്ടെന്ന്. ഇന്ന് വല്യമ്മമാരെവിടെയാണ് പറഞ്ഞു കൊടുക്കാനുള്ള? ആർക്കാ ഇതിനൊക്കെ നേരമുള്ള? അമ്മയ്ക്ക് നേരമില്ല, അപ്പനും നേരമില്ല, വല്യമ്മയ്ക്ക് നേരമില്ല. പിള്ളേർ മുഴുവൻ ഏതോ ലോകത്തോടെ ഇങ്ങനെ അങ്ങ് പോയിട്ട് 20 വയസ്സ് കഴിയുമ്പോൾ ഓടി വായോ, ധ്യാനഗുരുവേ വായോ, കൈവച്ചോ, പ്രാർത്ഥിച്ചോ എന്നൊന്നും പറഞ്ഞ് കളി ഓടൂല. ഇത് ബേസിക്കലി ദൈവവിശ്വാസവും സഭാസ്നേഹവും വിശുദ്ധരോടുള്ള സ്നേഹവും കൂദാശകളോടുള്ള സ്നേഹവും ഒക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പള്ളിക്കൂടത്തിൽ പോയില്ലല്ലോ, ട്യൂഷന് പോയില്ലല്ലോ, എടുത്തിട്ട് അമ്മമാരടിക്കും മാർക്ക് കുറഞ്ഞ. സൺഡേ സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല.
പിന്നെ എങ്ങനെ ഈ കൊച്ചു നന്നാവും? 25-ാം വയസ്സിൽ വന്നിട്ട് വാടാ കെട്ടിക്കണം നിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് കെട്ടണ്ടെന്ന് അവനും പറയും. അപ്പൊ ഇപ്പൊ എന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ കൂദാശയും വിശുദ്ധരും. വിശുദ്ധരും നമ്മളെ അൽഫോൻസാമയും മദർ തെരേസയൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ, നമ്മുടെ കണ്ണിൽ നിൽക്കുകയല്ലേ ദേവസഹായം, നമ്മുടെ കണ്ണിൽ നിൽക്കുകയല്ലേ അമ്മ ത്രേസ്യ, നമ്മുടെ കണ്ണിൽ നിൽക്കുകയല്ലേ ഔപ്രസ്യാമ്മ. മരിച്ചാലും മറക്കില്ലാട്ടോ. ഒരിക്കലും ആരും മറക്കില്ല ആ വാക്ക്. കുഞ്ഞു നന്മ ചെയ്തവരെ പോലും നോക്കിയിട്ട് എന്ത് പറഞ്ഞു? മരിച്ചാലും. നിങ്ങളെല്ലാം ഗായകന്മാരും ഗായികമാരും ആക്കിയിട്ട് ഞാൻ പോകുന്നുള്ളൂ. പാടെ മരിച്ചാലും മറക്കില്ലാട്ടോ. നിങ്ങളുടെ ഭാഷയല്ലേ ദൃശ്യമല്ലേ പറഞ്ഞേ? മരിച്ചാലും. അതാണ് അന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മ ചെയ്ത മനുഷ്യരുണ്ട്, നന്ദിയില്ലാത്ത മനുഷ്യരെ ഇപ്പം നമ്മൾ ഭൂരിഭാഗം കാണുന്നത്. ഇപ്പം കിട്ടി പോയി, എന്തുപകാരം ചെയ്താലും അവരെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് ഓർക്കുന്ന മനുഷ്യരെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. നന്മ ചെയ്തവർക്ക് തിന്മ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവരെ അപമാനിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് മാറിയിട്ട് ഒരു ചെറിയ നന്മ ചെയ്താലും മരിച്ചാലും മറക്കില്ല. ഒരു വിശുദ്ധരെ വാഴ്ത്തപ്പെട്ട നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പുണ്യവതിയുടെ വാക്കുകളായത്. അൽഫോൻസാമയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത വിശുദ്ധയായത്. ഭൂലോകം തിരിച്ചു വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ വിശുദ്ധരുടെ ജീവിതം നമുക്ക് മാതൃകയായിട്ട് മാറണം. ഇനിയിപ്പോൾ എത്ര വരെ തൂണായി എന്ന് പറഞ്ഞ് ഏതൊക്കെ വന്നു? ദൈവവചനം, പരിശുദ്ധാത്മാവ്, കൂദാശയും വിശുദ്ധരും. ഇനി ഏത് തൂണുകൂടെ ഉണ്ട്? തിരുസഭയും അതിൻ്റെ പ്രബോധനങ്ങളും നമ്മളെ കറക്റ്റ് ടൈമിന് നമുക്ക് നിർത്തുകയും ചെയ്യും. എന്താണ് തിരുസഭ? ബാക്കി എല്ലാ സംഭവം നമുക്കറിയാം, പക്ഷെ തിരുസഭയെ പറ്റി ഒരു പിടിപാടുമില്ല. തിരുസഭയെ ഇപ്പോൾ നയിക്കുന്ന മാർപ്പാപ്പയുടെ പേരെന്താണ്? അത് പിന്നെ ഇന്ന് കുർബാന ഇരുന്നുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. എത്രാമത്തെ മാർപ്പാപ്പയെ ഇപ്പം തിരുസഭയെ നയിക്കുന്നത്? എണ്ണം വല്ലതും ഉണ്ടോ? നമുക്ക് കൃത്യമായ ചരിത്രമുണ്ട് കേട്ടോ. കത്തോലിക്ക സഭയ്ക്ക് കൃത്യമായ ചരിത്രമുണ്ട്. പത്രോസ് തുടങ്ങി എൻ്റെ മുഴുവൻ മാർപ്പാപ്പമാരുടെയും ഡേറ്റും ഫോട്ടോയും എൻ്റെ വീട്ടിൽ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രാമത്തെ മാർപ്പാപ്പയായി സഭയെ നയിക്കുന്നത്? 266-ാമത്തെ മാർപ്പാപ്പയാണ് ആര്? ആദ്യത്തെ മാർപ്പാപ്പയുടെ പേരേതാണ്? പത്രോസ്ലീഹ. ഇനി നമ്മൾ മുമ്പേ തരത്തുനിന്ന് ഇങ്ങോട്ട് വരിക. അപ്പസ്തോല പ്രവർത്തനം നടക്കുന്നു, പരിശുദ്ധാത്മാവിനെ ഇവർക്ക് ലഭിക്കുന്നു. 12 പേര് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും സുവിശേഷവുമായി പോകുന്നു. തോമാസ് ലീഗ കേരളത്തിലേക്ക് വന്ന പോലെ പൗലോസ് ലീഗ ഇതുപോലെ യാത്ര ചെയ്ത ഒരു ഒരു സ്ലീഗ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ ക്രൂശിതനെ പറ്റി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് കൊറിന്ത്യസ് കഴിയുമ്പോൾ എഫേസോസിലോട്ടും, എഫേസോസ് കഴിയുമ്പോൾ റോമിലോട്ടും, റോം കഴിയുമ്പോൾ സൈപ്രസിലോട്ടും, ഇങ്ങനെ കപ്പലിലും കുതിരപ്പുറത്തും ഒക്കെ ആയിട്ട് കഴുതപ്പുറത്തും ഒക്കെ ആയിട്ട് ഒരു നിമിഷം റെസ്റ്റ് എടുക്കാത്ത ഒരു പ്രേക്ഷിതനാണ് ആര്? പൗലോസ്ലീഹ. ഈ പൗലോസ്ലീഹ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ യഹൂദന്മാരുടെ ഇടയിൽ കൊണ്ട് വിശ്വാസം ഒതുങ്ങുമായിരുന്നു. വിജാതിയുടെ ഇടയിലേക്ക് സുവിശേഷവുമായി പോയി വിശ്വസിക്കുന്ന സകലർക്കും മാമോദീസ നൽകിക്കൊണ്ട് അവരെ ക്രിസ്തുവിൻ്റെ ശരീരമാകണം, അവരെയും കൂട്ടിച്ചേർക്കണം, അവരെ ബഡ് ചെയ്ത് ദൈവത്തിൻ്റെ സഭയിലേക്ക് ചേർക്കണമെന്ന് പറഞ്ഞ് ശക്തമായി നിന്ന ഒരു സുവിശേഷകനും ഒരു സാക്ഷ്യവുമാണ് ആര്? വിശുദ്ധ പൗലോസ്ലീഹ. അങ്ങനെ സഭ വളരാൻ തുടങ്ങി. ദൈവവചനത്തിൻ്റെ ശക്തി യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് മാറി റോമിലേക്ക് മാറി കൊറിന്ത്യസിലേക്ക് പോകാൻ തുടങ്ങി. ഇങ്ങനെ ഓടാൻ തുടങ്ങി. മിഡിൽ ഈസ്റ്റൊക്കെ നമ്മുടെ ഒത്തിരിയേറെ സുവിശേഷം നടന്ന സ്ഥലമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ റോമാണ് അന്നത്തെ രാജ്യത്തെ എല്ലാ രാജ്യങ്ങളുടെയും ആധിപത്യത്തിൻ്റെ രാജ്യം. റോമിലെ രാജാവാണ് അന്ന് ദൈവം. അപ്പോൾ ഡൊമീഷ്യൻ്റെയും ഡയോക്ലീഷ്യൻ്റെയും നീറോയുടെയും ഒക്കെ കാലഘട്ടമാണ് വരുന്നത്. രാജാവിനെ കുമ്പിട്ട് ആരാധിക്കാത്തവരെ സിംഹത്തിനും മരണത്തിനും വിട്ടുകൊടുക്കുന്ന തീച്ചുളയ്ക്കും വിട്ടുകൊടുക്കുമ്പോൾ അവിടെ തളരാതെ നിന്നുകൊണ്ട് അനേകം അമ്മമാർ മക്കള് തീയിൽ കിടന്ന് കത്തുന്ന കണ്ടിട്ടും ദൈവത്തെ തള്ളിപ്പറയാത്ത ഈ സഭയിൽ ഉറച്ചു നിന്ന് തിരുസഭയോട് ചേർന്ന് നിന്ന് ഈ സഭയുടെ കെട്ടുറപ്പിന് മുമ്പേ പാടിയ പാട്ട് പോലെ രക്തസാക്ഷികൾ ആഞ്ഞു പുലുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം പേരുടെ ജീവനെടുത്ത നീറോ ചക്രവർത്തിയും ഡൊമീഷ്യനും ഒക്കെയുള്ള സെബസ്ത്യാനോസിൻ്റെ ഒക്കെ കാലഘട്ടം അതാണ്.
രാജാവിനെ ആരാധിക്കാത്തതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുകയും അല്ലെങ്കിൽ ചമ്മട്ടിയടി കൊണ്ട് മരിക്കുകയും രക്തസാക്ഷിയാകുകയും ചെയ്ത ആയിരക്കണക്കിന് വിശുദ്ധരുടെ, ഞാൻ ആ സ്ഥലത്തൊക്കെ പോയി കണ്ടിട്ടുണ്ട്, കൊളോസിയം തന്നെ ആഘോഷിക്കുക, മനുഷ്യർ കിടന്ന് തീച്ച് സിംഹം തിന്നുന്ന കാണുമ്പോൾ രാജാവ് ചിരിച്ച രാജാക്കന്മാരുടെ ഇടയ്ക്കാണ് കത്തോലിക്ക സഭയുടെ അധിപൻ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നും ഇരിക്കുന്നെന്നുള്ളതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ നേട്ടം. ഹല്ലേലൂയ. ആ സഭയിൽ അംഗമായതിനെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കുക. രോഗശാന്തി കിട്ടിയതിനെ ഓർത്തല്ല, രോഗം നാളെ വരും പോട്ടെ. ഈ തിരുസഭയിൽ ഞാൻ അംഗമായതിനെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഈ സഭയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉള്ള മീഡിയയൊക്കെ ആഘോഷിക്കുമ്പോൾ എൻ്റെ സഭയ്ക്ക് ഒരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇവിടെ എൻ്റെ ദൈവം നയിച്ച വഴികളുണ്ട്. സിംഹത്തിന്റെ മുന്നിലും തീയുടെ മുന്നിലും തോക്കാത്ത ആരെയും അമ്മമാരുണ്ട്. ഒരു ഫ്രാൻസിസ് അസീസി ഉണ്ട്, ഒരു വിശുദ്ധ സെബസ്ത്യാനോസ് ഉണ്ട് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള മക്കൾ, യുവജനങ്ങൾ എഴുന്നേറ്റ് വരണം. ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ എൻ്റെ മുന്നിലിരിക്കുന്നത്, കാണുന്നത് വേറെയുണ്ട്. ഇത് പറയാനുള്ള നമ്മൾ മറ്റാരെയും മോശപ്പെടുത്തുകയല്ല, നമ്മുടെ വിശ്വാസവും നമ്മുടെ അടിത്തറയിനെയും മുറുകെ പിടിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അത് നമ്മുടെ കടമയാണ്. 12 അപ്പസ്തലന്മാർ ഏറ്റുചൊല്ലി വിശ്വാസത്തെയാണ് നമ്മൾ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്, അല്ലേ? അത് പ്രാർത്ഥനയ്ക്ക് മുകളിലാണ്, പ്രമാണമാണ്. കവനന്റ്, ഒരു പ്രമാണം ഉണ്ടാക്കുകയാണ്. ഈ പ്രമാണത്തിൻ്റെ അകത്ത് 12 വിശ്വാസ സത്യങ്ങളുണ്ട്. വിശുദ്ധ ആഗസ്തീനോസ് അതിനെ 5 ക്രോഡീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പിതാവായ ദൈവത്തിൽ ഞാൻ, പുത്രനായ ക്രിസ്തുവിൽ ഞാൻ, പരിശുദ്ധാത്മാവിൽ ഞാൻ, കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന തിരുസഭയിൽ ഞാൻ, ഈശോ രണ്ടാമത് വരുമെന്നും ഒരു നിത്യജീവനുണ്ടെന്നും ഞാൻ. ഇനി അതിനെ 3 ക്രോഡീകരിച്ചു. ത്രിത്വത്തിൽ ഞാൻ, തിരുസഭയിൽ ഞാൻ, 3 നിത്യജീവനും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നായിരിക്കും? നിത്യജീവൻ, അല്ലേ? നിത്യജീവൻ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ മര്യാദയ്ക്ക് ഇവിടെ വന്ന് വചനം കേട്ട് മര്യാദയ്ക്ക് തീരുമാനം ജീവിക്കുന്നത്. ആണോ? എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. രാവിലെ തായിൽ വന്ന പ്രാർത്ഥനയ്ക്ക് വന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഒരൊറ്റ സ്വഭാവമാണുള്ള ദൈവമേ, ഏക മനസ്സ്. എന്നാൽ ഞാനത് ചോദിക്കട്ടെ, ഈ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു തന്നെ? ആരാ പറഞ്ഞു തന്നെ? പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ എവിടുന്നാ കേട്ടത്? സഭയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സഭയാണ് പരിശുദ്ധ ത്രിത്വം എന്ന വാക്ക് നമുക്ക് ഓരോ കുർബാനയിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആണോ? യെസ്. വിശുദ്ധരുടെ ജീവിതം കാണിച്ചു തന്ന ആരാണ്? സഭയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് സ്നേഹിതരെ, തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ കുർബാനയും മാർപ്പാപ്പായ്ക്കും അച്ഛന്മാർക്കും പ്രാർത്ഥിക്കുന്നതല്ല. ഇന്ന് വരെയും നമുക്ക് കൂദാശ തന്ന വൈദികർക്ക് വേണ്ടി അവരവിടെ നിലനിൽക്കണം. ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ കുഞ്ഞൊന്നുമല്ല, അവരും മനുഷ്യരാണ്. സന്യസ്തർ അവരും മനുഷ്യരാണ്, കുറവുകളും കാണും. അതിൻ്റെ ഇടയിലൂടെ ഈ ശുശ്രൂഷ ചെയ്യാൻ അവരെ നിലനിർത്തണമേ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ഈ തിരുസഭ സർവ്വമഹത്വത്തോടും കൂടി ഇവിടെ നിലനിൽക്കുന്നതിനും എന്നും ആ സഭയിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ നിലനിൽക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ തിരുസഭയ്ക്ക് കൃത്യമായ പ്രബോധനങ്ങളുണ്ട്. അതായത് ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൻ്റെ അകത്ത് നമ്മൾ നിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഇച്ചിരി ശ്വാസമൊക്കെ കിട്ടും. അതൊന്നും സാരമില്ല. നമ്മുടെ കൂദാശകളും നമ്മുടെ സ്നേഹവും ഈ സഭയുടെ സർവ്വമഹത്വത്തോടെ നിൽക്കുന്നുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായത്. അനാഥരെയും വിധവകളെയും നോക്കുന്ന പല സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് ഈ തിരുസഭ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. ലോകം മുഴുവൻ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അനേകരെ വിട്ടതും മിഷണറിമാരെ വിട്ടതൊക്കെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ച മദർ തെരേസ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലില്ലേ? അത് ഏത് ജാതി നോക്കിയിട്ടാ, ഏത് മതം നോക്കിയിട്ടാ? നമ്മൾ ജാതി മതമല്ല പ്രശ്നിച്ചുകൊണ്ട് നടക്കേണ്ടത്. നമ്മുടെ ദൗത്യം ക്രിസ്തു സ്നേഹം മറ്റുള്ളവരിൽ എത്തിക്കുക, അവർ ക്രിസ്തുവിനെ അറിയുക, ആ സ്നേഹത്തിലേക്ക് അവരും വരിക. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാമെന്ന് പറയുക. അവരുണ്ടോ ക്രിസ്ത്യാനികൾ എത്ര നല്ല മനുഷ്യരാണ്, അവർ തിന്മയല്ല, അവർ സ്നേഹമാണ്, അവർ നന്മയാണെന്ന് പറയിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകുക.